ബിഗ് ബോസ് മലയാളം 7ന്റെ ഇൻട്രൊഡക്ഷൻ എപ്പിസോഡ് കഴിഞ്ഞ് ഇന്ന് ബിഗ് ബോസ് ഹൗസിലെ വീട്ടിലെ ആദ്യത്തെ എപ്പിസോഡ് ഔട്ടായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻസിയിലേക്കുള്ള ഒരു നോമിനേഷൻ, അതുപോലെ തന്നെ ക്യാപ്റ്റൻസി നിങ്ങൾ ആഗ്രഹിക്കാത്ത ആ ഒരാൾക്ക് നിങ്ങൾ അയാളുടെ റീസൺ പറഞ്ഞുകൊണ്ട് അയാളുടെ മുഖത്ത് ഷേവിംഗ് ക്രീം തേക്കുക, അങ്ങനെ ഒരു ടാസ്ക്, അതുപോലെ തന്നെ നോമിനേഷൻ, അങ്ങനെയുള്ള സംഭവബഹുലമായ ആദ്യത്തെ ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ആദ്യത്തെ ഒരു കാര്യം നടന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ബാഡ്ജ് തട്ടിപ്പറിക്കാനുള്ള ഒരു ഉന്തും തള്ളും പരിപാടികളും വഴക്കും ഉണ്ടായി. അതുപോലെ തന്നെ ഈ അനീഷ് നമ്മുടെ മോർണിംഗ് ടാസ്ക് ലെറ്റർ വായിക്കുന്നതുമായി ബന്ധപ്പെട്ട് മലയാളം ഉച്ചാരണം, മലയാളം സ്ലാങ് ശരിയല്ല, മലയാളം അറിയുന്ന ഒരു ഹൗസിൽ വേണമെന്ന് പറഞ്ഞിട്ട് അനീഷ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്ലാഷ്. അപ്പോൾ ഏറ്റവും അധികം ലൈവ് കാണുന്നവരും ഇന്നലെ ശ്രദ്ധിച്ചവരുമാണ് അനീഷ് ഒരുപാട് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുൻപ് കണ്ട പല കണ്ടസ്റ്റൻസിനെ അനുകരിക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിം പ്ലാനുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് അദ്ദേഹത്തെ ക്യാപ്റ്റനായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഭൂരിഭാഗം പേരും പറയുകയും മുഖത്ത് കൂടുതൽ ഷേവിംഗ് ക്രീം കിട്ടിയ ആളായി മാറുകയും ചെയ്തു. പക്ഷേ ടാസ്ക് ലെറ്റർ നിങ്ങൾ ശരിക്കും വായിച്ചില്ലേ എന്ന് പറഞ്ഞ ബിഗ് ബോസ് ചോദിക്കുകയാണ്, ഇത് 7ന്റെ പണിയാണ്, അത് കാണുന്ന പ്രേക്ഷകർക്കാണോ? പ്രേക്ഷകരും ഇതുപോലെ ആഗ്രഹിച്ചു, ഇദ്ദേഹം ഓവർ കോൺഫിഡൻസ് ആണ്, അതുപോലെ തന്നെ അവിടെ ഉള്ളവർക്കും അതൊരു പണിയായി. ഇങ്ങനെ ബിഗ് ബോസ് നേരെ ഉൾട്ടയടിച്ചപ്പോൾ ക്യാപ്റ്റനായിട്ട് അനീഷ് ആ സ്ഥാനത്തേക്ക് വരികയാണ് ഉണ്ടായത്. പിന്നെ അതിനുശേഷം നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ രേണു സുധിയുടെ തലവേദന. രേണു സുധി തലവേദന അഭിനയിക്കുകയാണ് എന്ന് അപ്പാനി ശരത്തും അതുപോലെ ഷാനവാസും അങ്ങനെയുള്ളവർ പറയുന്നുണ്ട്. ഇതിനു മുൻപെയാണ് നോമിനേഷൻ നടക്കുന്നത്. നോമിനേഷനിൽ ശൈത്യ ഏറ്റവും അധികം വോട്ട് നേടി ശൈത്യ മുന്നിൽ വരികയാണ്. അപ്പോൾ സ്ഥിരം സംഭവങ്ങൾ തന്നെയാണ് ബാക്കിയുള്ളവർക്കും. രഞ്ജിത്തിന് അങ്ങനെ നോമിനേഷൻ ലിസ്റ്റിലേക്ക് വന്ന എല്ലാവർക്കുമുള്ള റീസൺ അത് തന്നെയാണ്. കപടമായിട്ട് ഫേക്കായിട്ട് കളിക്കുന്നു, അല്ലെങ്കിൽ എനർജി കുറവ്, അതും അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് കൂടുതൽ ഇടപഴകുന്നില്ല, കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഈ ഒരു ദിവസത്തിനുള്ളിൽ എന്ത് പറഞ്ഞാണ് നോമിനേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഗെയിം ഇവരുടെ ഒരു സ്റ്റാർ തട്ടിയെടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായിട്ട് അത് ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞത് അത് ഒരു നല്ല ഇതായിട്ട് തോന്നി. അതുപോലെ തന്നെ ഒനിയിൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ ടാസ്കിലേക്ക് ഇതാ ലേഡീസും കളിക്കുന്നുണ്ടല്ലോ എന്ന് സരിക പറഞ്ഞപ്പോൾ ഒനിയിൽ പറയുകയാണ്, ഞാൻ ഇന്നില്ല, നാളെ ഫ്രഷ് ആയിട്ട് വരാം, അപ്പം നാളെ ഒന്നും ഇല്ല, ഇന്ന് തന്നെ കളിക്കണം എന്ന് സരിക പറഞ്ഞ റീസൺ. അങ്ങനെ ഒരുപാട് റീസണുകൾ വളരെ വാലിഡ് ആയെങ്കിലും ഏറ്റവും വിചിത്രമായത് ഷാനവാസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതരം കാഴ്ചപ്പാടാണ്. അദ്ദേഹം ഇരുതോണിയിൽ കാല് വെച്ചുള്ള കാഴ്ചപ്പാട് എന്ന് വേണം പറയാം. അദ്ദേഹം ആദ്യം പറയുന്നത് ഓരോരാൾക്കും അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അനീഷ് എതിരഭിപ്രായം പറയുന്നു. അതങ്ങനെയാണല്ലോ, ഇപ്പം എല്ലാവരും പറയുന്ന അഭിപ്രായം തന്നെ പറയുകയാണെങ്കിൽ അതിന് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയില്ലല്ലോ. അതിനെതിരഭിപ്രായം ഉള്ളവർക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അതേ പറഞ്ഞ കാരണം തന്നെ സ്ഥാപിച്ച ഒരാളെ അദ്ദേഹം അതേ കാരണം പറഞ്ഞ് നോമിനേറ്റ് ചെയ്യുകയാണ്. സെയിം സാധനം വെച്ച് തന്നെയാണ് ജിസേലിൻ്റെ കാര്യത്തിലും. ജിസേൽ പറയുന്നത് എല്ലാവർക്കും വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ കേരള സംസ്കാരത്തിന് ഇത് യോജിച്ചതല്ല എന്ന രീതിയിൽ ഒരു സംസ്കാര സദാചാര കാർഡ് അവിടെ ഇറക്കിയാണ്. ജിസേലിനെ അങ്ങനെ ആൾക്കാരുടെ വോട്ടിങ്ങിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അദ്ദേഹം തന്നെ ആദ്യത്തെ പറഞ്ഞ വസ്ത്രധാരണത്തിന് സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ ബിഗ് ബോസ് അവിടെ അത് അനുവദിക്കാത്തിടത്തോളം കാലം ജിസേലിന് അത് ഇടുന്നതിൽ എന്താണ് പ്രശ്നം? ഒരുപക്ഷെ ഫാഷൻ മോഡലായ മുംബൈയിൽ താമസിക്കുന്ന ജിസേലിൻ്റെ ഒരു കോമൺ ഡ്രസ്സാണല്ലോ അത്. അപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞ 2 റീസണും അതുപോലെ അതനുസരിച്ച് തന്നെ അവിടെ പെരുമാറുന്ന 2 പേരെ അദ്ദേഹം നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് വിചിത്രമായ നോമിനേഷനാണ്. പിന്നെ അത് എല്ലാവർക്കും ഇപ്പോൾ എന്താണ് പറയുക, നെവിനാണെങ്കിലും ഗെയിം അധികം മനസ്സിലായില്ല എന്ന് പറയുന്നു. അങ്ങനെ വോട്ട് കിട്ടാതെ രക്ഷപ്പെട്ടവർ ചുരുക്കം എന്ന് വേണമെങ്കിൽ പറയാം. ആര്യൻ തന്നോട് പെരുമാറിയ രീതി സരിക പറഞ്ഞത് വളരെ റോങ് ആയിട്ട് ഫീൽ ചെയ്തു. അദ്ദേഹം പിൻഭാഗം കാണിച്ചു, അങ്ങനെയുള്ള ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടാണ് നോമിനേറ്റ് ചെയ്ത്. ഇങ്ങനെ പല നോമിനേഷൻ കാരണങ്ങളുണ്ട്. ആദ്യത്തെ നോമിനേഷൻ ഔട്ടായിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ ബിഗ് ബോസിൻ്റെ ഡിസിഷൻ കൊണ്ട് മാത്രമാണ് നീ ക്യാപ്റ്റൻ ആയത്, അല്ലാതെ നീ ഗെയിം കളിച്ച് ക്യാപ്റ്റൻ ആയല്ല എന്ന് അപ്പാനി ശരത്ത് അനീഷിനോട് പറയുന്നുണ്ട്. പക്ഷെ അനീഷ് എങ്ങനെയൊക്കെ ക്യാപ്റ്റൻ ആയാലും ആദ്യത്തെ നോമിനേഷനിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുകയാണ്, ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്. അതിനുശേഷം ഇവർ ലിവിങ് റൂമിൽ കിടക്കുമ്പോഴാണ് ഈ രേണു സുധിയുടെ തലവേദന. അപ്പോൾ അത് റിയൽ ആണോ അല്ല ഇത് വിശ്രമിക്കാൻ വേണ്ടി ഇറക്കുന്ന ഒരു ഐഡിയ ആണോ എന്ന് അപ്പാനി ശരത്ത് ഒരു സംശയം പ്രകടിപ്പിക്കുകയും അഭിലാഷ് അത് ഏറ്റുപിടിച്ച് വളരെ ഒരു വലിയ വാഗ്വാദത്തിലേക്ക് അതിനെ നീക്കുകയും ഒരു പക്ഷേ അത് തലവേദന ആയിരുന്നെങ്കിൽ ആൾ എന്താ പറയുക ബോധം കെടുന്ന രീതിയിൽ അത്രയും ഹൈ പ്രഷറിലുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു അവിടെ ഇരുന്നത്. പക്ഷേ രേണുസുതി അതിശക്തമായിട്ട് തിരിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ലേഡി കണ്ടസ്റ്റൻ്റ് വന്നിട്ട് ചേച്ചി ഇത്രയും തലവേദന ആകുമ്പോൾ ഇത്ര ഹൈയിൽ എങ്ങനെയാണ് സൗണ്ട് എടുക്കാൻ പറ്റുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം
ക്യാപ്റ്റനായ അനീഷ് ഇത് TV എന്താണ് ക്യാമറയിൽ നോക്കി പറയുന്ന സമയത്ത് ഷാനവാസ് വീണ്ടും ഇടപെടാം. അപ്പോൾ എൻ്റെ തലവേദന നേരത്തെ പറഞ്ഞത് നിനക്കത് എടുക്കായിരുന്നില്ല, ഇതെന്ത് തരം ക്യാപ്റ്റൻസിയാണ്, ക്യാപ്റ്റൻ്റെ ഡബിൾ സ്റ്റാൻഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അത് തന്നെ അതിന് കുറച്ച് മുമ്പ് തന്നെ അപ്പാനി ശരത്ത് ഇങ്ങനെ ഹൗസ് മേറ്റ്സുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ആദ്യത്തെ ക്യാപ്റ്റൻസി ഏറ്റവും ടാസ്കും ഏറ്റവും കട്ടി കൂടിയതുമായിരിക്കും, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ മിസ്റ്റേക്കുകളും നമ്മൾ എടുത്തു കാണിക്കണം അനീഷിനെ എന്ന് ബാക്കിയുള്ളവരോട് ഡിസ്കസും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെച്ചിട്ടാണ് അവിടെ കൂടുതലും ഇപ്പോൾ നോമിനേഷൻ ആയാലും ബാക്കിയുള്ള ആരോപണങ്ങളായാലും വന്നിരിക്കുന്നത്. ഇങ്ങനെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൂടുതൽ ഫിസിക്കലായിട്ടുള്ള ടാസ്കുകൾ വരും, നമുക്കതിൻ്റെ പ്രോമോകൾ വരും. ലൈവ് ഇപ്പോഴും BB റണ്ണിങ് ആണ്. കൂടുതൽ അപ്ഡേറ്റുകളായി വീണ്ടും വരാം.